ഈ ഓണത്തിന്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഉരുളിയിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് നല്ലതുപോലെ വെള്ളം പോണേ, എന്നിട്ട് അത് ഈ നെയ്യിലേക്ക് ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുവേ, കഴുകിയതായതുകൊണ്ടേ. അപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. ആ ചട്ടകം വെച്ച് പതുക്കെ അമർത്തി കൊടുത്താൽ മതി. എന്നിട്ടിത് നല്ലതുപോലെ ചുമന്ന് തന്നെ നല്ലതുപോലെ കട്ടയൊക്കെ ഉടച്ചുടച്ച് ഇളക്കി കൊടുക്കണം. ആ നെയ്യ് കിടന്ന് തന്നെ നല്ലതുപോലെ മൂത്ത് കിട്ടണേ. അപ്പോൾ ഇത്തിരി സമയം എടുക്കുവേ. എന്താണെന്ന് വെച്ചാൽ കഴുകിയതായതുകൊണ്ടേ വെള്ളമയം ഉണ്ടല്ലോ. അപ്പോൾ ഇത്തിരി അധികം സമയം വേണം വറുത്തെടുക്കാനായിട്ട്. നെയ്യ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂൺ നെയ്യും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പതുക്കെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. തീ എപ്പോഴും കുറച്ചിട്ടിട്ട് വേണേ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതേ നല്ലതുപോലെ ചുമന്ന നിറമൊക്കെ വന്നിട്ടുണ്ട്. കണ്ട് ഇതുപോലെ ചുമന്നിരിക്കണം, അല്ലെങ്കിൽ ആ പച്ചച്ചൊവ മാറില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇതിലേക്കാണെങ്കിൽ നമുക്ക് 3ാമത്തെ തേങ്ങ പിഴിഞ്ഞ പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഇതിവിടെ കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ 3ാമത് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ കുക്കറിൽ അടിയിലൊന്നും പിടിക്കുകയൊന്നുമില്ല. നമ്മൾ നെയ്യ് നല്ലതുപോലെ ഒഴിച്ചിട്ടുണ്ടല്ലോ വറുത്തപ്പം. അപ്പോൾ അധികം വിസിലും കേൾക്കണ്ട. 2 വിസിൽ കേട്ടിട്ട് ഓഫാക്കി ഇട്ടാൽ മതിയേ. ഒത്തിരി അങ്ങോട്ട് വെന്ത് കലങ്ങി പോവണ്ട. അപ്പോൾ എല്ലാം തൂത്തെടുക്കാം. ഇനി ഇത് നമുക്ക് 3ാമത്തെ പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ആ ഒട്ടി പിടിച്ചിരിക്കുന്നതൊക്കെ നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പരിപ്പ് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളമാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ 3ാമത് പിഴിഞ്ഞ് വെച്ചതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തോ ഇല്ലയെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതേ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് കലങ്ങിപ്പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ വറുത്ത ഉരുളിയിലേക്ക് തന്നെ ഇതിട്ട് കൊടുക്കാം. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. വെള്ളമൊക്കെ കൃത്യമായിരുന്നേ. അപ്പം ഞാനിവിടെ ഒരു 3/4 കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഒരല്പം, ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഉരുക്കിയത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ച് ഈ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല നിറമുള്ള ശർക്കരയായിരുന്നേ. ഇത്തവണ ഞാൻ മറയൂർ മേടിച്ചില്ല, നിറം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരു നല്ല നിറമുള്ള ശർക്കരയാണ് മേടിച്ചത്. അഴുക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അഴുക്കൊന്നുമില്ല. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പം മധുരം കൂടുതൽ വേണ്ടവർക്ക് 1 കിലോ ശർക്കര ഇടാം. ഞങ്ങൾക്കിവിടെ മധുരം കുറവ് മതി. അതുകൊണ്ടാണ് 3/4 കിലോ ശർക്കര ഇട്ടത്. 1 കിലോൻ്റെ ശർക്കര പൊട്ടിച്ചാണ് ഞാൻ എടുത്തത്. ഇനി എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. കണ്ടോ, നല്ല നിറമുള്ള ശർക്കരയായിരുന്നേ. ഇനി നമുക്കിതിലേക്കൊരു 2 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് കിടന്ന് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അടിക്കൊന്നും പിടിക്കില്ല.
അപ്പോൾ ഈ തേങ്ങ പിഴിയുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചാണേ പിഴിയാവുള്ളൂ. ഒത്തിരി വെള്ളം ഒഴിച്ചൊന്നും പിഴിയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ നെയ്യിലും ശർക്കരയിലും കിടന്ന് നല്ലതുപോലെ വരട്ടിയെടുത്താൽ മതി പരിപ്പ്. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഒരു പിടുത്തമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പാകമായി വരുമ്പോഴത്തേനും ഒരു പിടുത്തം ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് രണ്ടാമത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. രണ്ടാമത് പിഴിഞ്ഞ പാല് ഇത്രയും വെള്ളത്തിൽ പിഴിഞ്ഞാൽ മതിയേ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. തീ ഞാൻ അല്പം കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ല കുറുകി വരുന്നുണ്ട്. അപ്പം നല്ലതുപോലെ കുറുകിയൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ചുക്കും ഏലക്കായും ഒരു നുള്ള് ജീരകവും പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് അടിച്ചെടുത്തത്. പഞ്ചസാരയും ജീരകവും ഒരു കഷ്ണം ചുക്ക്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി അധികം വെള്ളമൊന്നും വറ്റിപ്പോവണ്ട. നമുക്ക് ഒന്നാമത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതൊരു 2 ഗ്ലാസ് കാണുമേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീ ഓഫാക്കണേ. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ പരിപ്പ് പായസം റെഡിയായി എന്ന് നോക്കിക്കേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതുകൊണ്ട് ഇത്രയും വെള്ളം വറ്റിയാൽ മതി. ഇനി ഇത് ചൂടാറുമ്പോഴത്തേനും നല്ലതുപോലെ കുറുകി കിട്ടും. ഇനി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുത്ത് വറുത്തിടണം, നല്ലതാണ്. ഒന്ന് കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പം ഞാനിവിടെ കശുവണ്ടി ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി വലുതായി കിടക്കണ്ടെന്ന് ഓർത്താണ് മുറിച്ചിട്ടത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും കിസ്മസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ കിസ്മസ് നല്ലതുപോലെ കഴുകിയെടുക്കണേ. അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകരുത്. അതിന് മുന്നേ ഈ കിസ്മസ് ഇട്ട് കൊടുക്കണം. കിസ്മസ് നല്ലതുപോലെ മൂക്കുമ്പം നല്ലതുപോലെ വീർത്ത് വരും. കണ്ടോ, വീർത്ത് വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ഓഫാക്കിയിട്ട് വേണേ എള്ള് ഇട്ട് കൊടുക്കാനായിട്ട്. എള്ള് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാവുമേ. അപ്പോൾ എള്ളും കിസ്മസും അണ്ടിപ്പരിപ്പൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരിപ്പ് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഓണത്തിന് ഇതേപോലെ ഒരു പായസം ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.